ഗുഡ് മോർണിംഗ് പ്രിയപ്പെട്ടവരെ. നമ്മുടെ സൈക്കോളജി റിവിഷൻ പുരോഗമിക്കുകയാണ്. നിലവിൽ നാം റിവ്യൂ ചെയ്യുന്ന ചാപ്റ്റർ നമ്പർ 19 ചാപ്റ്റർ നമ്പർ 19 എന്ന് പറയുന്നതിൻ്റെ ഗ്രൂപ്പ് പ്രോസസ്സ് എന്നാണ് അതിൻ്റെ പേര്. നമ്മളുടെ ഗൈഡിൽ 21ാമത്തെ ചാപ്റ്ററായിട്ട് 140 മുതൽ 149 വരെ പേജുകളിലായിട്ട് വളരെ കൃത്യമായി ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതിലെല്ലാ ചോദ്യോത്തരവും നിങ്ങൾക്ക് മലയാളത്തിൽ തന്നെ കാണാൻ വേണ്ടി പറ്റും. ഗ്രൂപ്പിനെ നമ്മൾ നിർവചിക്കുകയാണെങ്കിൽ രണ്ടിലധികം ആളുകൾ ഉണ്ടാകുമ്പോഴാണ് ഗ്രൂപ്പ് എന്ന് പറയുക. രണ്ടാളുള്ളതിന് ഡയാഡ് എന്നാണ് പറയുക. ഒരു പൊതുവായ ലക്ഷ്യത്തിന് വേണ്ടി വരികയും പരസ്പരം ആശ്രയിക്കുകയും ചെയ്യുന്ന, പരസ്പരം ഇന്ററാക്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു കൂട്ടത്തിനെയാണ് നമ്മൾ ഗ്രൂപ്പ് എന്ന് പറയുക. ഗ്രൂപ്പുകളുടെ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ പരസ്പരം ആശ്രയിക്കുന്നവരായിരിക്കും, പരസ്പരം പങ്കുവെക്കുന്നവരായിരിക്കും, സാമൂഹികമായ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ ഭരിക്കപ്പെടുന്നവരായിരിക്കും. ഗ്രൂപ്പുകൾക്ക് പൊതുവായിട്ടുള്ള ലക്ഷ്യങ്ങളും സ്വഭാവങ്ങളും ഒക്കെ ഉണ്ടാകും. അതേപോലെ തന്നെ ഓരോരുത്തർക്കും സാമൂഹികമായ പെരുമാറ്റത്തിൽ വ്യത്യസ്തമായ തലങ്ങളുണ്ടാകും. അങ്ങനെയാണ് നമ്മളൊരു ഗ്രൂപ്പിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്. ഗ്രൂപ്പ് ഉണ്ടാകാനുള്ള കാരണങ്ങൾ പ്രധാനമായും നമുക്ക് മൂന്നായി പറയാം. ഒന്ന്, ഫിസിക്കൽ പ്രോക്സിമിറ്റി, ശാരീരികമായി അടുപ്പമുള്ളവർ തമ്മിൽ ഗ്രൂപ്പ് ഉണ്ടാകുന്നു. അതായത് ഒരു ഫ്ലാറ്റിൽ താമസിക്കുന്നവർ, ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നവർ, അവർ ചൂസ് ചെയ്തിട്ടല്ല, പകരം അവരെല്ലാവരും ഒരു ഗ്രൂപ്പായി മാറുന്നു. സിമിലാരിറ്റി, സമാനതകൾ കാരണം ഒരു തരത്തിലുള്ള സിനിമയെ ഇഷ്ടപ്പെടുന്നവർ, യാത്ര പോലെ ഒരു സ്വഭാവത്തെ ഇഷ്ടപ്പെടുന്നവർ, ഒരാളുടെ ഫാനായി മാറുന്നവർ, ഒരു നേതാവിൻ്റെ, ഒരു രാഷ്ട്രീയക്കാരൻ, അങ്ങനെയൊക്കെയാണ് ഗ്രൂപ്പുകൾ ഉണ്ടാകുന്നത്. ഹാവിങ് എ കോമൺ ഗോൾ ആൻഡ് ഒബ്ജക്റ്റീവ്, പൊതുവായ ലക്ഷ്യമുള്ളവർ. അവർ വ്യത്യസ്ത സ്ഥലങ്ങളിലാവാം, വ്യത്യസ്ത ആശയങ്ങളിലാവാം, പക്ഷെ അവർക്ക് സമാനമായ ലക്ഷ്യങ്ങളുണ്ട്, സമാനമായ സ്വപ്നങ്ങളുണ്ട്. അങ്ങനെയുള്ളവരും ഒരു ഗ്രൂപ്പിലേക്ക് വരും. ഗ്രൂപ്പിൻ്റെ ഡെവലപ്മെൻറ്റ് സ്റ്റേജസ്: ഒന്ന്, ഫോമിംഗ്, ഗ്രൂപ്പ് പരസ്പരം ആളുകൾ തമ്മിൽ പരിചയപ്പെടുന്നു. സ്റ്റോമിംഗ്, പരസ്പരം ഉള്ള ശക്തിയെയും ദൗർബല്യത്തെയും കുറിച്ച് തിരിച്ചറിയുന്നു. നോമിംഗ്, എങ്ങനെയാണ് മുമ്പോട്ട് പോകേണ്ടത് എന്നുള്ള ഒരു രൂപം വികസിപ്പിക്കപ്പെടുന്നു. പെർഫോമിംഗ്, ഇതുവരെയുള്ള മനസ്സിലാക്കലുകളെ വെച്ചിട്ട് കഴിവുകളെ പുറത്തെടുക്കുന്നു. അഡ്ജേണിംഗ്, ആവശ്യം പൂർത്തീകരിച്ച ശേഷം ഗ്രൂപ്പ് പിരിച്ച് വിടുന്നു. പ്രൈമറി ഗ്രൂപ്പ്, റിലേഷൻഷിപ്പ് വിത്ത് ക്ലോസ്, വ്യക്തിപരമാണ്, പരസ്പരം ആളുകൾ അറിയാം. സെക്കൻഡറി ഗ്രൂപ്പ്, വ്യക്തിപരമല്ല, നേരെ മറിച്ച് ഇപ്പോൾ ജോലി ചെയ്യുന്ന, ബിൽഡിങ്ങിൽ താമസിക്കുക തുടങ്ങിയതൊക്കെ സെക്കൻഡറി ഗ്രൂപ്പിൻ്റെ കാരണങ്ങളാണ്. ഫോർമൽ ഗ്രൂപ്പ്, ഒരു ഔദ്യോഗികമായ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു ഡിപ്പാർട്ട്മെൻറ്റിലെ സ്റ്റാഫ്, ഒരു പ്രൊജക്റ്റ് അസൈൻ ചെയ്ത ആളുകൾ തുടങ്ങിയ ഔദ്യോഗികമായ ആവശ്യത്തിന് വേണ്ടിയിട്ട് രൂപപ്പെടുത്തുന്ന ഗ്രൂപ്പുകൾ. ഇൻഫോർമൽ, പരസ്പരം നിയന്ത്രിതമായ അല്ലെങ്കിൽ നിയതമായ നിയന്ത്രണങ്ങളില്ലാതെ, കൃത്യമായ നിയന്ത്രണങ്ങളില്ലാതെ കോമൺ ആയി ഉണ്ടാകുന്ന ഗ്രൂപ്പുകൾ. ഇൻ ഗ്രൂപ്പ്, ഗ്രൂപ്പിൻ്റെ ഉള്ളിൽ പിന്നെ പരസ്പരമുള്ള ഭാഷയുടെ പേരിൽ, അതല്ലെങ്കിൽ മതത്തിൻ്റെ പേരിൽ, ക്ലാസ്സിൻ്റെ പേരിൽ, ജാതിയുടെ പേരിൽ, ജെൻഡറിൻ്റെ പേരിൽ ഗ്രൂപ്പുകൾ ഉണ്ടാകുന്നു. ഔട്ട് ഗ്രൂപ്പ്, ആളുകൾ ബാക്കിയുള്ളവരെ മറ്റുള്ളൊരു നമ്മളല്ല, ബാക്കിയുള്ളവർ മറ്റൊരു ആശയത്തിൻ്റെ പേരിൽ അവർ വേറൊരു ഗ്രൂപ്പായി കാണുന്നതിനെയാണ് ഔട്ട് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ആളുകളെ പേരിൽ എങ്ങനെയാണ് ഗ്രൂപ്പുകൾ പെരുമാറ്റത്തെ സ്വാധീനിക്കുന്നത്? ഒരാളുടെ പെരുമാറ്റം ഗ്രൂപ്പാകുന്നത് കൊണ്ട് മെച്ചപ്പെടുന്നതിന് നമ്മൾ സോഷ്യൽ ഫെസിലിറ്റേഷൻ എന്ന് പറയും. ഇപ്പം ഒരു മത്സരത്തിൽ നമ്മൾ പങ്കെടുക്കുന്ന സമയത്ത് നമ്മൾ കുറച്ചും കൂടി നന്നായി പെർഫോം ചെയ്യും. കാണികൾ കൂടുന്നതിനനുസരിച്ച്, കാണികൾ സപ്പോർട്ട് ചെയ്യുന്നതിനനുസരിച്ച്, അതൊക്കെ സോഷ്യൽ ഫെസിലിറ്റേഷൻ എന്ന് പറയും. നന്നാവണം, കൂടുതൽ മെച്ചപ്പെടുത്തണം, കൂടുതൽ ആളുകളെ ഇംപ്രസ് ചെയ്യിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ സോഷ്യൽ ഫെസിലിറ്റേഷൻ്റെ കാരണങ്ങളാണ്. സോഷ്യൽ ലോഫിംഗ് എന്ന് പറയുന്നത് കൂട്ടത്തിൽ എല്ലാവരും ഉള്ളതുകൊണ്ട് ഞാൻ വല്ലാതെ കഷ്ടപ്പെടേണ്ടതില്ല, അതൊക്കെ കണ്ട് നടന്നു പോകും എന്നുള്ള ചിന്തയാണ്. അപ്പോൾ ഒരു ഗ്രൂപ്പിൽ ഉണ്ടാകുന്ന സമയത്ത് ഒറ്റക്ക് ഉണ്ടാകുന്ന ആ ഒരു എഫേർട്ട് എടുക്കാതെ, അതിനൊരു കാരണമുണ്ട്. എൻ്റെ ഒരു സംഭാവനയെ എന്ത് ചെയ്യപ്പെടില്ല, ആളുകൾ കാണില്ല, പകരം എല്ലാവരുടെയും സംഭാവനയായിട്ടാണ്, അത് ഗ്രൂപ്പിൻ്റെ സംഭാവനയായിട്ടാണ് പരിഗണിക്കുക. അപ്പോൾ എൻ്റെ എല്ലാ കഴിവും പുറത്തെടുക്കേണ്ടതില്ല, ബാക്കിയുള്ളവർ ചെയ്യട്ടെ, ഞാൻ തൽക്കാലം ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ, അല്ലെങ്കിൽ കുറച്ച് പതിയാവട്ടെ തുടങ്ങിയതിനാണ് നമ്മൾ സോഷ്യൽ ലോഫിംഗ് എന്ന് പറയുക. ഗ്രൂപ്പ് തിങ്ക് എന്ന് പറഞ്ഞാൽ ആളുകൾ ഒരുമിച്ച് നിൽക്കുന്നതിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നു. നമ്മൾ ചെയ്യുന്ന ശരിയേക്കാൾ നമ്മളെല്ലാവരും ഒരുമിച്ചുണ്ടാകണം. അപ്പോൾ ആ ഗ്രൂപ്പിൽ എന്തെങ്കിലും ഒരു ചെറിയ അബദ്ധം പറ്റിയാൽ ബാക്കിയുള്ളവർ അവരെ കവർ ചെയ്യണം, അത് തെറ്റല്ല എന്ന് സ്ഥാപിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരുന്നതിനെയാണ് നമ്മൾ ഗ്രൂപ്പ് തിങ്ക് എന്ന് പറയുന്നത്.
ഗ്രൂപ്പ് തിങ്ക് ഒരേ സമയത്ത് ഗുണകരമാണ്, പക്ഷെ അതേ സമയത്ത് അപകടകരവുമായ ഒന്നാണ്. ഗ്രൂപ്പ് പോളറൈസേഷൻ എന്ന് പറയുന്നത് ഒരു വളരെ എക്സ്ട്രീം ആയിട്ടുള്ള തീരുമാനങ്ങളിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു മിതത്തിൽ പോകുന്ന തീരുമാനങ്ങൾക്ക് പകരം ഗ്രൂപ്പ് ആണ്, നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ടവരാണ് എന്ന ധാരണ കൊണ്ട് വളരെ ശക്തമായ തീരുമാനങ്ങൾ എടുക്കുന്നതിനെയാണ് നമ്മൾ പോളറൈസേഷൻ എന്ന് പറയുക. നല്ല ലീഡേഴ്സ് ഉണ്ടാകുമ്പോഴാണ് നല്ല ഗ്രൂപ്പുകൾ ഉണ്ടാകുന്നത്. ഗ്രൂപ്പിന് നല്ല ലീഡേഴ്സ് നന്നായി വർക്ക് ചെയ്യും, ആഗ്രഹങ്ങൾ ഉണ്ടാകും, എല്ലാവരും നന്നായി കമ്മ്യൂണിക്കേഷൻ നടത്തും, സ്വന്തമായി നല്ല ആത്മവിശ്വാസം ഉണ്ടാകും, ബാക്കിയുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ആം, എ- ആ രീതിയിൽ ബാക്കിയുള്ളവരെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ആളുകളാണ് നല്ല ലീഡേഴ്സ് ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റുക. ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ ഉള്ളത്. താങ്ക് യു.